ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന്. മര്യാദയ്ക്ക് ഒരു വഴിയുമില്ല. ഇനി പാവം വരികയാണെങ്കിൽ കാർ അവിടെ നിർത്തി നടന്നു വേണ്ടേ വരാൻ? എടാ നമുക്ക് 2 ആഴ്ച വെക്കേഷൻ അല്ലേ, എന്തിനാ അത്ര ദിവസം വെറുതെ ബാംഗ്ലൂർ നിൽക്കുന്നത്? പിന്നെ ഇവിടെ വന്നിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. കല്യാണം കഴിച്ച് നിന്നെ കൊണ്ട് ഫുൾ ടൈം ബാംഗ്ലൂരിൽ നിന്ന് അപ്പുറം ഇപ്പുറമൊക്കെ പറയുന്നത്. അവന്റെ കണ്ണിൽ പൊടിയിടാൻ ഇങ്ങോട്ട് നിൽക്ക്. പിന്നെ നിന്റെ അനിയൻ എക്സാം ആണെന്നിട്ട് ഇങ്ങോട്ട് വരുന്നല്ലോ. അവൻ പോകുന്ന സമയത്ത് അതും പറഞ്ഞ് നിന്റെ വീട്ടിൽ നമുക്ക് പോവാ. അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്ന്, അല്ലെങ്കിൽ എയർപോർട്ടിൽ നേരെ ഞാൻ എന്റെ വീട്ടിൽ പോയെന്നെ. ഒന്ന് പതുക്കെ പറ. ഏട്ടൻ ഗൾഫിൽ പോയിട്ട് 6 മാസമായി, ഒരു ദിവസം പോലെ ഏട്ടത്തേമ്മ വീട്ടിൽ പോയില്ല. നീ ആണെങ്കിൽ ഞാൻ ഇല്ലാണ്ട് ഒരു ദിവസം ഇവിടെ നിൽക്കോ? ദേ മനു, എന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്ത് നിൽക്കല്ലേ. അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്ത് നല്ലപോലെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ലൊരു ജോലിക്ക് വെക്കൂടെ. ഇതിപ്പോ വീട്ടുകാരനെ പറ്റിച്ച് നിന്റെ ഏട്ടൻ്റെ കൂടെ ഒളിച്ചോടി വന്നല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വരും. അതെന്തോ ആവട്ടെ, അവൻ വന്നിട്ടുണ്ടാവും. ഒന്ന് പോയി നോക്കിയേ. പൂജമോളെ, അനിയൻ വന്നോ? ആ മനുവായിട്ട് നോക്കാൻ പോയിട്ടുണ്ട്, ചിലപ്പോ വന്നിട്ടുണ്ടാവും. ഇവിടെ വഴിയൊന്നും ശരിയല്ലേ, അല്ലെങ്കിൽ കാറ് നേരെ എത്തുമായിരുന്നു. ദേവികെ, അവളുടെ അനിയൻ ഇവിടെ എത്തി. നീ ഭക്ഷണമൊക്കെ റെഡിയാക്കിയതല്ലേ? അമ്മ കറിയൊക്കെ ആയതാ, ഇനി ചിക്കൻ പൊരിക്കാനേ ഉള്ളൂ. കുറെ നേരമല്ലോ നീ അടുക്കളയിൽ കയറിയിട്ട്. എത്രയും നേരമായിട്ട് ഒന്നും ആയില്ലേ? ശരി, അതൊക്കെ അവിടെ വെക്ക്, ഞാൻ ചെയ്തോളാം. പിന്നെ മേലെ പോയിട്ട് ആ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി വിരിക്കാൻ നോക്ക്. അനിയൻ വന്നാ വിളിക്കട്ടെ മോളെ, അമ്മ അടുക്കളയിലുണ്ടാവും. ആ മോനെ, വീട്ടില് പപ്പയും അമ്മയൊക്കെ സുഖായിരിക്കുന്നോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ആ, എക്സാമിന് വന്നെന്ന് മക്കൾ പറയണ്ടായിരുന്നു. പിന്നെ പപ്പന്റെ ബിസിനസ് ഒക്കെ മോനായിരിക്കില്ലേ ഇപ്പൊ നോക്കി നടത്തുന്നത്? അല്ല ആന്റി, ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഒരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പപ്പയുടെ ബിസിനസ് പിന്നെ പപ്പ തന്നെ മാനേജ് ചെയ്തു. ആ, അതെന്തായാലും നന്നായി. പിന്നെ മോൻ വന്നിട്ട് കുറെ നേരമായില്ലേ, അതിന്റെ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, ഞാൻ വരുന്ന നോക്കി കഴിച്ചിട്ടാ വന്ന്, പിന്നെ മതി. ആ ആയിക്കോട്ടെ, പിന്നെ സമയമാകുമ്പോ പറഞ്ഞാ മതി. അല്ലേ, തമ്പുരാട്ടി ഇപ്പൊ തന്നെ കഴിക്കാനിരിക്കുക? അവര് 3 ആളും കൂടി ബീച്ചിൽ പോവാൻ നിക്ക. നീ കുട്ടികൾക്ക് വേണ്ട വെള്ളവും തോർത്തൊക്കെ എടുത്തു കൊടുക്ക്, എന്നിട്ട് ഇരുന്ന് കഴിച്ചാ മതി. അതിന് മുമ്പേ വന്ന് ഇരുന്നോളും. എടാ മോനെ, എന്തായാലും അവളുടെ ആങ്ങളില്ലേ, അങ്ങനെയാണെങ്കിൽ അവർ 2 ആളും കൂടി പോയിക്കോട്ടെ. നിനക്ക് 2 ദിവസം ഇവിടെ ഇരുന്നൂടെ? പോയേ പറ്റും അമ്മ. അവളെ പപ്പ ഏതോ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത. എന്തായാലും ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഇവിടെ വരാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ പോയിട്ടോ. എന്നാ ശരി. അമ്മേ, എന്താ? ഇന്ന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ വരുന്നോ? അതിനോട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ മൂപ്പർ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ഞാനിപ്പോ വീട്ടിൽ പോയിട്ട് 6-7 മാസമായില്ലമ്മേ. അപ്പൊ എന്നെ ഒന്ന് കാണാൻ വേണ്ടി വരിക. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഫോണിലൂടെ കാണുന്നില്ലേ, അതുപോരെ? നീ ഒരു കാര്യം ചെയ്യ്, മൂപ്പരോട് പിന്നെ എപ്പോഴെങ്കിലും വരാൻ പറയും. അതല്ല, അച്ഛൻ ബസ് കയറി എന്ന് പറഞ്ഞിട്ടാ വിളിച്ചത്. ഓ, അപ്പൊ എല്ലാം തീരുമാനിച്ചിട്ടാണല്ലേ? പിന്നെ എന്തിനാണാവോ ഇപ്പൊ പറയാൻ വന്നത്? ഓരോന്നും വലിഞ്ഞു കയറി വന്നോളും. അതങ്ങനെയാ, ഗതിയില്ലാത്തവണ്ണം പെണ്ണെടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. മോളെ, മോളെ. അച്ഛാ, മോളെ വാച്ച കേറിയിരിക്കെ. ആ, അമ്മ എവിടാ മോളെ? അമ്മ അപ്പുറമുണ്ട് അച്ഛാ.
അല്ല അച്ഛൻ ബസ് ഇറങ്ങിയിട്ട് എങ്ങനെയാ വന്നത്? ഞാൻ നടന്നു വന്നാ മോളെ, അതിന്റെ ഒരു കഥപ്പാ. ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ വന്നാ പോരെ അച്ഛാ, എന്തിന് ഇത്രയും ദൂരം നടന്നത്? അതൊന്നും സാരമില്ലടോ, ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ അച്ഛനും പുറത്തിറങ്ങി നടന്നിട്ട് കുറേ ആയി. എന്റെ മൂക്ക് സുഖല്ലേ? ആ അച്ഛാ, പിന്നെ അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മയ്ക്കൊന്നും ഇപ്പൊ കുഴപ്പമില്ല, കാല് വേദനയ്ക്ക് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അല്ല കാരണവരെ നേരത്തെ എത്തിയോ? ആ, ഞാനിത് അപ്പനെ കേറിയുള്ളൂ. വന്നത് മോളോട് ചോദിച്ചില്ലായിരുന്നു അമ്മ എവിടെയാണ്. വേറെന്തൊക്കെയാണ്, സുഖല്ലേ? ഓ, ഇങ്ങനെ പോകുന്നു. അല്ല നീ എന്താ നോക്കി നിക്ക? ചെറിയ വെയില് കാണുന്നുണ്ട്, ആ തുണിയൊക്കെ പോയി വേഗം അലക്കിയിട്. വാ ചാത്തറിയിരിക്കെ. മോള് പോയ തുണിയൊക്കെ അലക്കിയിട്ട് അച്ഛൻ കുറച്ച് പേരിക്കും. മോളെ, എന്താ വെച്ചാ? മോളെ കാണാൻ വരുന്ന തിരക്കില് രാവിലെ പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ മറന്ന് ചെറുതായി തല കറങ്ങുന്ന പോലെ. അച്ഛൻ ആ കോലായിരുന്നു കുറച്ച് നേരം കിടന്നോട്ടെ. കോലായിലോ? അച്ഛൻ ഞാൻ റൂമിൽ വിരിച്ചു വെച്ചിട്ടുണ്ട്, അവിടെ പോയി കിടന്നോ. അമ്മയൊന്നും പറയില്ല, അച്ഛനെങ്ങ് വന്നേ. വേണ്ട മോളെ, ഞാൻ പോയി കിടന്നു. എടി ദേവികേ, നിന്റെ അച്ഛൻ എന്താ ഇവിടെ സുഖവാസത്തിന് വന്നതാ? അയാൾ അവിടെ റൂമിൽ കയറി കിടക്കുന്നു. അച്ഛന് തല കറങ്ങിയപ്പോ ഞാനാ പോയി കിടക്കാൻ പറഞ്ഞത്. തല കറക്കോ? വരുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അല്ലടി, ഇത് വരുന്നവർക്കും പോകുന്നവർക്കും കയറി കിടക്കാൻ പറ്റിയ സത്രവാ? എന്റെ മോന് പറ്റിയ തെറ്റ്, അതിനിപ്പോ ഞാനാണ് കിടന്ന് അനുഭവിക്കുന്നത്. നീയേ അയാൾക്ക് കഞ്ഞിയ വെള്ളവണി കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. അച്ഛാ, മോളെ, അച്ഛൻ കുറച്ചങ്ങ് ഉറങ്ങിപ്പോയി. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഇല്ല മോളെ, ഇപ്പൊ കുഴപ്പമില്ല. എന്നാ അച്ഛൻ ഇറങ്ങാൻ നോക്കിക്കോ. മോളെ, അച്ഛൻ്റെ അടുത്ത് ഇതാകും. പഠിക്കേണ്ട സമയത്ത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പ്രേമിച്ച് നടക്കുമ്പോഴും ഇതുപോലെ വീട്ടുകാരെ പറ്റിച്ച ഒരാളോട് ഒളിച്ചോടുമ്പോഴൊക്കെ ആ ഒരു സമയത്ത് ഭയങ്കര ആവേശവും സന്തോഷമൊക്കെ ആയിരിക്കാം. പക്ഷെ അതിന് ശേഷമുള്ള ജീവിതം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളും വീട്ടുകാരും ഇതുപോലെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും. ഒന്ന് ഓർക്കുക, പഠിക്കേണ്ട സമയത്ത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി നല്ല ജോലി മേടിച്ച് അതുവരെ വളർത്തി വലുതാക്കിയ വീട്ടുകാരുടെ അനുഗ്രഹത്തോടുകൂടി കല്യാണം കഴിച്ചാൽ ആ ഒരു ജീവിതം വേറെ തന്നെയായിരിക്കും. അതിനുശേഷമുള്ള ജീവിതം എന്തുമായിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലത്തെ ജീവിതം കിട്ടണമെന്നില്ല. പക്ഷെ എന്ത് തന്നെയായാലും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പഠിപ്പുണ്ട്, ജോലിയുണ്ട്, നിങ്ങളുടെ വീട്ടുകാർ കൂടെയുണ്ട്. അതുകൊണ്ട് എന്ത് തീരുമാനം വേണമെങ്കിലും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ ഇതുപോലെ ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കേണ്ടി വരില്ല. ചിന്തിക്കുക.